ഹലോ, ഞാനിന്ന് നിൽക്കുന്നത് ചങ്ങനാശ്ശേരി മലയിൽ എക്സ്പ്രസ് എന്ന ഒരു വലിയ രുചി എക്സ്പ്രസിന് മുന്നിലാണ്. അരുൺ ചേട്ടൻ തൻ്റെ വീടിനോട് ചേർന്നുള്ള ഇത്തിരി സ്ഥലത്ത് ഈ കൊറോണ കാലത്ത് കെട്ടുയർത്തിയ ചെറിയ അടുക്കള കോവിഡ് പ്രതിസന്ധിയെ മറികടന്ന് നന്നായി തന്നെ പ്രവർത്തിച്ചു വരുന്നു. വളരെ വൃത്തിയും അടുക്കും ചിട്ടയും എല്ലാ നിയമവശങ്ങൾ ഫോളോ ചെയ്തും പ്രവർത്തിച്ചു വരുന്ന ഈ കൊച്ചു അടുക്കള ടേക്ക് അവേയും ഹോം ഡെലിവറിയും ഒക്കെയായി വൈകുന്നേരം 5 മുതൽ രാത്രി 11:30 വരെ പ്രവർത്തിക്കുന്നതാണ്. എന്തായാലും അരുൺ ചേട്ടൻ്റെ നിധി പൊറോട്ട, ബർഗർ പൊറോട്ട, ജംബോ റോൾ, ബാഹുബലി ചിക്കനും മിറക്കിൾ പൊറോട്ടയും ഒക്കെ സൂപ്പർ ഹിറ്റാണ്. ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന നിധി പൊറോട്ടയെക്കുറിച്ചാണ്. ഇനി നമുക്ക് നിധി പൊറോട്ടയിൽ വരുന്ന ഫില്ലിംഗ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊറോട്ട, മയോനൈസ്, വെജിറ്റബിൾ സലാഡ്, ചിക്കൻ മിറാഷ്. ചിക്കൻ മിറാഷിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട്. ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ബീഫ് റോസ്റ്റ്, എഗ് ഓംലെറ്റ്, സ്വീറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇവയെല്ലാം ചേർന്നിട്ടാണ് നമ്മുടെ നിധി പൊറോട്ട റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കെന്നാൽ അതൊന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് മൈദയോ ആട്ടോയോ ഉപയോഗിച്ച് നമ്മൾ ചപ്പാത്തി മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് കുറച്ച് പോർഷൻ എടുത്തിട്ട് ഈ കാണുന്ന പോലെ ഒരു ചരട് പോലെ വരച്ച് നീട്ടി സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ കുറച്ച് മാവ് എടുത്ത് നമുക്ക് ഒരു വലിയ ചപ്പാത്തി പരത്തിയെടുക്കണം. ഇനിയാണ് നമ്മുടെ ഫില്ലിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു പൊറോട്ട ബേസ് ആക്കി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയോനൈസ് വെച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ നമ്മൾ വെജിറ്റബിൾ സലാഡാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അടുത്ത ലെയർ വരുന്നത് ചിക്കൻ മിറാഷ് ആണ്. അടുത്തത് ബീഫ് റോസ്റ്റ്. ഇനി സ്വീറ്റ്സ് ആൻഡ് ഡ്രൈ ഫ്രൂട്ട്സ്. ടോപ്പിൽ ഒരു എഗ്ഗ് ബുൾസൈ വെക്കുന്നതോടെ നമ്മുടെ സെറ്റിങ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ കിഴി കെട്ടുന്ന പോലെ ഇതൊന്ന് കെട്ടിയെടുക്കുക. ഇവിടെയാണ് നമ്മൾ ആദ്യമേ മാവ് വെച്ചുണ്ടാക്കി വെച്ച ആ ചരടിൻ്റെ ആവശ്യം. നമ്മൾ ടൈറ്റ് ചെയ്യാനാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ കിഴി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നിധി പൊറോട്ട അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ടൊമാറ്റോ കെച്ചപ്പ്, ചോക്ലേറ്റ്, വൈറ്റ് കളറിലെ എള്ള് ഉപയോഗിച്ചാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. സൂപ്പർ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതുപോലുള്ള അടിപൊളി വീഡിയോയ്ക്കായി ഉപ്പേരി ഫോളോ ചെയ്യൂ. താങ്ക് യു.